നമസ്കാരം. ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയായ ശേഷം ആകാശവാണിയിലൂടെ നടത്തിയ ആദ്യ മൻ കി ബാത്തിൽ രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിച്ച ചോദ്യ പേപ്പർ കുംഭകോണത്തെക്കുറിച്ച് ഒരക്ഷരം പോലും മോദി ഉരിയാടിയിട്ടില്ല. പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ഇതിനെതിരായി ശക്തമായ പ്രകടനങ്ങളും പ്രതിഷേധ പരിപാടികളും അണിനിരത്തിയെങ്കിലും അതൊന്നും മൈൻഡ് പോലും ചെയ്യാത്ത ഒരു സമീപനമാണ് മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. രാജ്യവ്യാപകമായി ചോദ്യപേപ്പർ അഴിമതിയിൽ വലിയ തോതിലുള്ള പ്രതിഷേധ ചർച്ചകൾ നടന്നിട്ട് പോലും അതൊന്നും ഒട്ടുമേ വകവയ്ക്കാത്ത നിലപാടാണ് മോദി സ്വീകരിക്കുന്നത്. ജാതി സെൻസസ്, അഗ്നിപത്, വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നീ പ്രശ്നങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കാണിച്ചെങ്കിലും അതൊന്നും കേൾക്കാനുള്ള ഒരു സമീപനം പോലും മോദി കാണിക്കുന്നില്ല. വികസനം വികസനം എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം മോദി പറയും. യഥാർത്ഥ വികസനം തുടങ്ങുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിൽ നിന്നാണെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുതാപരമായ കാര്യം. ജനങ്ങൾ അനുഭവിക്കുന്ന മറ്റ് ജനകീയ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലുകയോ പരാമർശിക്കുകയോ അദ്ദേഹം ചെയ്തിട്ടില്ല. ഒരൊറ്റ ജനകീയ വിഷയങ്ങളിലേക്ക് പോലും പ്രധാനമന്ത്രി മോദി കടന്നു ചെന്നിട്ടുമില്ല. ഭരണഘടനയിലും രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിലുമുള്ള സുദൃഢമായ വിശ്വാസം തുടരുന്നതിൽ ജനങ്ങളോട് നന്ദി പറയാൻ നരേന്ദ്രമോദി മറന്നില്ല. എന്നാൽ ജനങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവച്ചാലോ നിന്ന നിൽപ്പിന് മോദിയുടെ പൊടി പോലും ഉണ്ടാവില്ല. ജനങ്ങളോട് നന്ദി പറഞ്ഞ അതേ മോദി തന്നെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാകാതെ പോകുന്നത്. ഇതൊന്നും തന്റെ പരിധിയിൽ വരുന്ന കാര്യമേ അല്ല എന്നുള്ള മട്ടാണ് അദ്ദേഹത്തിന് എപ്പോഴും ഉള്ളത്. ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്ന ഒരു തദ്ദേശ ഉൽപ്പന്നത്തെക്കുറിച്ച് മോദി ഒരു പരാമർശം നടത്തിയിരുന്നു. അട്ടപ്പാടിയിലെ ആദിവാസി സ്ത്രീകൾ നിർമ്മിക്കുന്ന കാർത്തുമ്പി കുടകളുടെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലവർഷം വരുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ കുട അന്വേഷിക്കുമായിരിക്കുമെന്നും ഒരു പ്രത്യേക കുടയെക്കുറിച്ചാണ് തനിക്കിപ്പോൾ പറയാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ സംസ്കാരത്തിൽ കുടകൾക്ക് ഒരു പ്രത്യേകതരം സ്ഥാനമുണ്ടെന്നും മോദി വിലയിരുത്തി. അതായത് കേരളത്തിലെ പാരമ്പര്യത്തിലെയും ആചാരങ്ങളിലെയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് കുട എന്നുള്ളത്. സംഭവം കാർത്തുമ്പി കുടകളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും കേരളത്തിലെ അട്ടപ്പാടിയിൽ ഉണ്ടാക്കുന്ന വർണ്ണശബളമായ ഈ കുടകൾക്ക് പിന്നിൽ ഒരു സ്വേച്ഛാധിപതിയുടെ ജാതിവെറിയും നമുക്ക് കാണാൻ സാധിക്കും. കാര്യം കണ്ണിന് കുളിർമയുള്ള ഒരു കുട കൂടി ആണതെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. വട്ടലക്കി കാർഷിക സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കുന്ന ഈ കുടകൾ ഓൺലൈനിലും കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സൊസൈറ്റി ബാംബു ഹാൻഡിക്രാഫ്റ്റ് യൂണിറ്റും തുടങ്ങിയിട്ടുണ്ട്. ചില്ലറ വിൽപ്പനശാലയും പരമ്പരാഗത ലഘുഭക്ഷണശാലയും തുറക്കാനുള്ള ഒരുക്കത്തിലുമാണ്. മോദി ഇങ്ങനെയൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആന്ധ്രയിലെ അരകു കാപ്പിയെക്കുറിച്ചും കാശ്മീരിലെ പുൽവാമയിലെ സ്നോപിസ് എന്നറിയപ്പെടുന്ന പ്രത്യേകതരം പയറിനെക്കുറിച്ചും മോദി പരാമർശിച്ചു. പക്ഷേ ജനങ്ങൾ രാജ്യത്ത് അനുഭവിക്കുന്ന ഒരൊറ്റ പ്രശ്നത്തെക്കുറിച്ച് പോലും മോദി ഒരു വാക്ക് പോലും പരാമർശിച്ചില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതി.